ഹലോ ഗൈസ്, നമ്മുടെ GT4 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ വീഡിയോയിലേക്ക് ആട്ടെ. എന്നാലും നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു വില്ലേജിൽ മോൺസ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ആൾക്കാരെ പേടിപ്പിക്കാനും കുറച്ച് പേര് തിന്നുകൊണ്ട് പോകാനൊക്കെ പറയണ്ടേ, അവിടുത്തെ ആനിമൽസിനൊക്കെ തിന്നുകൊണ്ട് പോയി എന്നങ്ങോട്ട് പറയണേ. അപ്പോൾ അതേ പിന്നെ നമ്മൾ ലെഫ്റ്ററിനെ കൂട്ടി നമ്മളിവിടുത്തെ വില്ലേജിലൊക്കെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. നമ്മളിപ്പോൾ കണ്ട ഇവിടുത്തെ തലവനാണ് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടുത്തെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറേ പേർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പണ്ട് ഏതോ പഠിച്ചു പോയ ആൾ, അല്ല ഇവിടെ ജീവിച്ചിരുന്ന ആൾ ഇപ്പോൾ പഠിച്ച ഏതോ വലിയ പോസ്റ്റിൽ എത്തിയിട്ടാണ്. ആ ആളാണ് ഇവിടെ 10 കോടി തരാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെയാണ് 10 കോടിയൊക്കെ ഇവർ തരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻസിൻ്റെ പേരിലാണ് നിൽക്കണത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റർ ആണെങ്കിൽ ആലോചിച്ചൊരു ഐഡിയ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല കേട്ടോ. അത് നമ്മൾ ലെസ്റ്റിന് പെട്ടെന്നൊരു ഐഡിയ വെച്ചു, നീ വേഗം പോയിട്ടൊരു പന്നീനെയാ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ആടിനെയാ പന്നീനെ എന്തെങ്കിലുമൊക്കെ പശുവിനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ ലെസ്റ്റർ കൂടെ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ ഇവിടെ എവിടെ സ്ഥലം എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ ലൊക്കേഷൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ലെസ്റ്ററിനെ കൂട്ടി വേഗം പോകാം. ഒക്കെ പ്ലാനിങ് ഫാസ്റ്റാണ് കേട്ടോ. കാരണം 10 കോടിയാണ്, 10 കോടി. അപ്പോൾ 5 കോടി എനിക്ക് 5 കോടി ജസ്റ്റ് മിസ്സിപ്പോൾ അതിൻ്റെ അടിയിൽ കത്ത് പോയാൽ 5 കോടി പോയിട്ട് ഒന്നും കിട്ടില്ല എന്നോട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വേഗം നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ അടുത്ത് ഏതോ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എന്തോ ഫാർമാണ്, എന്ത് കൃഷിയാണ് എന്തൊക്കെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ നമ്മൾ പോസ്റ്റ്മൊക്കെ ഇടിച്ച് ജസ്റ്റ് മിസ് ചെയ്യണം. നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ്റെ വണ്ടി കാരണം നമുക്ക് വലിയ വിഷയമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. നമുക്കിത് ആ തടിയൻ്റെ അടുത്ത് പോയി ചോദിക്കാം. നമുക്ക് ഇവിടെ പോത്തല്ലല്ല പിഗ് എന്തോ പറയുക മര്യാദ എനിക്കറിയില്ല കേട്ടോ. അത് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ എന്താ എൻ്റെ മുഖം എനിക്ക് അറിയാട്ടെ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ലെസ്റ്റർ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തോ സംഭവിക്കാനുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇയാളുടെ അടുത്ത് പറയാം. നമുക്ക് എന്തായാലും പിഗിനെ വേണമെന്നുള്ള കാര്യം. അപ്പോൾ ഇയാൾ പറയണ്ട നീ ഏതാ ചക്ക, നീ എന്തിനാ അങ്ങനെ ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പിഗിന് മേടിക്കാൻ വേണ്ടി വന്നതെന്ന്. അന്നാ പോയി പിഗിന് മേടിച്ചുകൂടി. ഇതിന് എൻ്റെ അടുത്തേക്ക് പറയുന്നൊരു തോട്ടി മൈൻഡ് കണ്ടാ. എൻ്റെ പൊന്നി ഇത് എന്തിട്ട് മനുഷ്യനത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒറ്റബുദ്ധിയാണ്, ചുരുളിയാണ് അയാൾ. അപ്പോൾ പോയി എടുത്തുകൂടെ, അല്ലെങ്കിൽ പോയി മേടിച്ചുകൂടെ, എന്തിനാ എൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ ഇത് മുതലാളി അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു പിഗിനെ നോക്കാം. ഇത് നല്ലൊരു പിഗാണല്ലോ. ഇതിനെടുക്കണോ ഇതിനെ പിടിക്കാൻ പറ്റുള്ള കേട്ടാ. നമുക്കിത് ഈ കറുമ്പല പിടിക്കാം. പിന്നെ അത്യാവശ്യം ഇവിടെ സ്റ്റില്ലായിട്ട് നിൽക്കണ്ടേട്ടാ. അപ്പം പറയുന്നുണ്ട് ആദ്യം പൈസ, പിന്നെ നീ എന്ത് വേണമെങ്കിലും എടുത്തോന്ന് പറയണ്ടേട്ടാ. അപ്പോൾ നമുക്ക് പൈസ എന്തായാലും എൻ്റെ മുഖത്തേക്ക് വീശാം. ഓക്കെ, നമ്മളങ്ങനെ പോത്തുകുട്ടീനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പോത്തുകുട്ടീനെ വണ്ടി എടുത്ത് പോകട്ടെ. ഇയാളെന്തോ ഒറ്റ ബുദ്ധിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പ്രാന്തൻ. ലെസ്റ്റർ ഇയാൾക്ക് പറ്റിയ ആളെന്നെയാണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയിൽ കൊണ്ടിടാം. ഇയാതെ നമുക്ക് വേഗം അനങ്ങം കണ്ടിട്ടത്. പശുവിനെ എടുത്തിടായിരുന്നു. പശു നമ്മുടെ വണ്ടിയിൽ കയറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തിനെ പിഗിനെ നമ്മളങ്ങനെ വണ്ടിയുടെ അടുത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ ലെസ്റ്റർ എന്തായാലും ബാക്കിലിരിക്കുമോ അറിയില്ല, പറയാൻ പറ്റില്ല. ലെസ്റ്ററും ഇരിക്കുമായിരിക്കും, ഇടയിലേക്ക് ഇരിക്കുമായിരിക്കും. അപ്പോൾ നമ്മളതിൽ പോവാണ്. ശരിയാണോ, ഞങ്ങൾ പോവാണ്, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിവിടെ നിന്ന് സ്ഥലം വിടാം. അല്ലെങ്കിൽ ഇയാൾ പ്രാന്തം നമ്മൾ എന്താ ചെയ്യാമെന്നറിയില്ല. അയാൾ അങ്ങനെ പോയി, ഭാഗ്യമായി പോയി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോവാം. അപ്പോൾ അത് നമ്മുടെ ലെസ്റ്ററിൻ്റെ വണ്ടിയാണ്, നമ്മുടെ വണ്ടിയല്ല. വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ലെസ്റ്റർ ബാക്കിൽ കയറിയിട്ടാ. ഇവരെന്താണോ നമ്മളിത് ഇത്ര ശത്രുത എന്നറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. ഇനി 5 കോടി നമുക്ക് തരണേലാണോ അതിൻ്റെ ഒരു ശത്രുതയുള്ളത്, എന്തിട്ടാണോ ദൈവമേ. അതെന്തായാലും ആവട്ടെ, നമുക്ക് എന്തായാലും വേഗം പോവാട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എന്തിനായിരുന്നു, നമ്മുടെ ലെസ്റ്ററിൻ്റെ പ്ലാനിങ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവൻ ഏത് കാട്ടിൻ്റെ ആ വില്ലേജിൻ്റെ ഏതൊരു മാറി നിന്നൊരു കാട്ടിലേക്ക് നിൽക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊരു സംഭവം എന്നറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം അവിടേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു സ്ഥലം, നല്ല സ്ഥലം നോക്കിയിട്ട് നിൽക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്നൈപ്പ് ചെയ്യാൻ പറ്റിയ രീതിയിൽ, നിരീക്ഷിക്കാൻ പറ്റിയ രീതിയിൽ നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോത്തുകുട്ടീനെ അടിയിൽ എവിടെയും കെട്ടിയിടാനോ അങ്ങനെ എന്തോ സ്കീമാന്ന് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് മേലെ നിരീക്ഷിക്കാൻ. ഇത് നല്ലൊരു സ്പോട്ടല്ല, നമുക്ക് മേലെ നിരീക്ഷിക്കാനും പറ്റും, അടിയിൽ നമ്മുടെ പോത്തുകുട്ടീനെ കെട്ടിയിടാനും പറ്റും കേട്ടോ. ഓക്കെ, ഇത് അത്യാവശ്യം സെറ്റപ്പ് സ്പോട്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പോത്തുകുട്ടീനെ അടിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയണ്ട,
നമ്മുടെ ലെസ്റ്റർ എന്തായാലും നമുക്ക് പ്ലാൻ കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മുടെ സ്ഥിരം പ്ലാൻ തന്നെ മോൺസ്റ്റർ വരുമ്പോൾ വെടിവെച്ച് കളയാം. പക്ഷെ മോൺസ്റ്ററൊക്കെ ചത്തു പോകുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പോത്തിനെ പിഗിനടിയിൽ പോർക്കിട്ട് അതവിടെ പോർക്കിനടിയിൽ കെട്ടിയിട്ടുണ്ട് നമ്മുടെ കയറ് കൊണ്ടിട്ടാ. അപ്പോൾ അതേ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മുടെ മോൺസ്റ്റർ വരുന്ന വരെ. അപ്പോൾ മോൺസ്റ്റർ എങ്ങനെയാണാവോ, ഞാൻ മോൺസ്റ്റർ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഇട്ടോളോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ആരും വരുന്നുണ്ടല്ലോ, ദൈവം ഇതാണ് മോൺസ്റ്റർ. എൻ്റെ പൊന്ന് ഗൈസ്, ഇതാണ് മോൺസ്റ്റർ. എൻ്റെ പൊന്ന് കൊണ്ടുവരും കൂടുമ്പോൾ പേടി കൊണ്ടില്ലോ. ഓഹോ, മോൺസ്റ്റർ അങ്ങനെയാണല്ലോ, കാണുമ്പോൾ പേടിക്കണ. ഇവറ്റിനെ തിന്നാനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നി, നമ്മുടെ പോർക്കിന് നമ്മുടെ പിഗിനെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താം. എന്തായാലും ഇവനെ തലയ്ക്ക് പിടിച്ച് ചാവോ. എൻ്റെ പൊന്നി, നമ്മുടെ പോർക്കിന് ഇപ്പോൾ തിന്നുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വെടിച്ച് കളയാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഇത്ര ഉള്ളൂ. ഇതെളുപ്പമായില്ലോ. ഓ ഗൈസ്, നമ്മുടെ മോൺസ്റ്റർ ഇത്ര ഉള്ളതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അടിക്ക് പോകാം. അപ്പോൾ ലെസ്റ്റർ പറയുന്നുണ്ട് പോലെ എന്തോ വേറൊരു സിഗ്നൽ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും സിഗ്നല്, വേറൊന്നും കാണാനില്ലല്ലോ. ഇതെന്തായാലും ചത്തൂട്ടാ, വേറൊന്നും കാണാനൊന്നുമില്ലല്ലോ. എന്തിട്ടാണ് നമ്മൾ ലെസ്റ്ററിന് തെറ്റ് പറ്റിയതാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് വേറൊരു മോൺസ്റ്റർ ഉണ്ട് കേട്ടാ. ഇതെന്ത് ഇങ്ങനെ ഓടണേ? റോബോട്ട് ഓടണ പോലെ ഈ മോൺസ്റ്റർ ഓടണ. ഓ, നമ്മുടെ മോൺസ്റ്ററിന് കണ്ടിട്ട് അവൻ എന്തോ ഇതായിട്ടാ. എൻ്റെ പൊന്നി, ഇതെന്നിട്ട് ഇങ്ങനെ ഓടണേ? നമ്മളെ കണ്ടില്ലേ? ഇതെന്തോ ഒരു ഭ്രാന്ത് പിടിച്ച മോൺസ്റ്ററാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ഇതിൽ അടിയിൽ പോയി അതിന് വെടി വെച്ച് പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ മോൺസ്റ്റർ കൊന്ന പോലെ ആ മോൺസ്റ്റർ ദേ നിൽക്കണത്. നമുക്ക് എന്തായാലും നമുക്ക് വെടി വെച്ച് കളയാട്ടാ. ഇത് ചത്താ, ഇത് എളുപ്പമായില്ലോ. ഇതിനാണ് നമ്മുടെ പോലീസുകാർ നമ്മളെ ഇതാക്കിയത്. ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടി കേട്ടോ. എന്തിട്ട് വലിയ മോൺസ്റ്റർ ഇത്, എൻ്റെ പൊന്ന് ഗൈസ്. ഇത് സീനായില്ലത്. അപ്പോൾ നമ്മൾ ലെസ്റ്റർ പറയുന്നു കേട്ടോ, ഇനി 10 കോടി എനിക്കിന്ന്. അപ്പം നമ്മൾ ഫ്രാങ്ക്ലിൻ മഞ്ചേരി നിനക്കാ നമുക്ക് ശരിയാ അപ്പോൾ ഓല് പറയുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ലെസ്റ്ററാണെങ്കിൽ നമ്മുടെ ഈ മോൺസ്റ്ററിനെ ചുറ്റി നോക്കുന്നുണ്ട്. ഇത് എന്തിട്ട് മോൺസ്റ്റർ, ഇത് എവിടെ നിന്ന് വന്ന് ഇത് എന്നിട്ട് ഇതെന്ത് ഷോക്കാ. മോൺസ്റ്റർ പൊട്ടി തെറിയണി. അല്ല ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ട് ഇത് റോബോട്ട് വന്നിട്ടാ. അപ്പോൾ ലെസ്റ്റർ പറയണേ ശരിയാണല്ലോ, ഇത് റോബോട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത്ര നാൾ മണ്ടന്മാരായിരുന്നു, ഇവറ്റകളെ പറ്റിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആരും ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. എൻ്റെ പൊന്നി, കഥ ടിസ്റ്റ് മാറി വരാണല്ലോ. അപ്പോൾ എൻ്റെ പൊന്നി, ഇത് റോബോട്ടാണ്. അപ്പോൾ മറ്റേ റോബോട്ട് എങ്ങനെയാണോ മറ്റേതിൻ്റെ, അത് റോബോട്ടാണാവോ അതറിയില്ല. അതോ ഇത് പോയി നോക്കാം. നമ്മുടെ ലെസ്റ്ററാണെങ്കിൽ നടന്നിട്ട് അത് റോബോട്ട് തന്നെയാണ് ഗൈസ്. അതിൽ നിന്ന് ഇതുപോലെ ഷോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് മറ്റേ മോൺസ്റ്ററിനെ കണ്ട കാരണം നമ്മൾ പിന്നെ ശ്രദ്ധിച്ചില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് റോബോട്ടാണല്ലേ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരും ഉണ്ടെന്ന് നമ്മുടെ ലെസ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവിടെ നിൽക്കാമെന്ന് വെയിറ്റ് ചെയ്യണം പറയണം. കാരണം ഇത് സൃഷ്ടാവ് എന്തായാലും വരും. ഇതിൻ്റെ പിന്നിലുള്ള ആൾ ആരാണെങ്കിലും നമുക്ക് അവനെ പൊക്കി പോലീസുകാർക്ക് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ ഇരട്ടി റിവാർഡ് കിട്ടിയാലോ. അപ്പോൾ അത് കാരണം നമ്മളെ കേസ് അങ്ങനെ സോൾവ് ചെയ്തു കിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രതിനെ കിട്ടണം. എന്നാലും നമ്മുടെ കേസ് സോൾവ് ചെയ്ത് നമുക്ക് പൈസ കിട്ടുള്ളൂ. എന്തിട്ടൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കണം എൻ്റെ പൊന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാറി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും നമ്മൾ ഇവനെ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ആ ഒരു കിഡ്നാപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.